ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോഴി, താറാവിറച്ചികൾക്കും മുട്ടയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് നഗരത്തിലെ 1500-ലധികം ഹോട്ടലുകൾ ഇന്ന് അടച്ചിട്ട് പ്രതിഷേധിച്ചിരുന്നു. ആലപ്പുഴ, ഹരിപ്പാട് നഗരസഭകളും മറ്റ് പഞ്ചായത്തുകളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധിത മേഖലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളുടെ മുട്ട, മാംസം എന്നിവയുടെ വിൽപ്പന കഴിഞ്ഞ ദിവസം നിരോധിച്ചു. ഹോട്ടൽ ഉടമകൾ കളക്ടറെ നേരിൽ കണ്ട് നിരോധനം നീക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും പക്ഷിപ്പനി മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് തൽക്കാലം അത് സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ജില്ലാ കളക്ടർ. ഇതിനകത്ത് H5N1 പക്ഷിപ്പനി ഉദ്ദേശിച്ച H5N1 ആണ്, അതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഈ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രഭവ കേന്ദ്രം ഇവിടെ എപി സെന്ററിനകത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുമായിട്ടുള്ള അനുബന്ധ ട്രേഡുകളും കോഴി ഉൾപ്പെടെയുള്ള ട്രേഡുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മാനദണ്ഡം പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. തുടർന്നാണ് ഹോട്ടലുകൾ അടച്ചിടാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. ജില്ലാ കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നാളെ ജില്ലയിലൊട്ടാകെ എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടുകൊണ്ടൊരു പ്രതിഷേധ സമരം സൂചന എന്ന രീതിയിൽ നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോഴിയിറച്ചി വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികളും രംഗത്തെത്തി. പക്ഷികളെ കൊന്നൊടുക്കിയ പ്രദേശങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 28,000-ലധികം കോഴികളെയും താറാവുകളെയുമാണ് ഇതിനോടകം കൊന്നുകളഞ്ഞത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.